ദൈവത്തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയരെ, ദൈവവചനത്തിനായി കാത്തിരിക്കുന്ന സഹചരെ, സന്തോഷത്തോടെ നിങ്ങൾക്കായി ദൈവമായ കർത്താവ് എന്നെ ഭരമേൽപ്പിക്കുന്ന ദൈവിക വചനം കർത്താവിൻ്റെ ആത്മീക മൂശയിലിട്ട് നിങ്ങൾക്ക് പാകപ്പെടുത്തി തരുവാൻ ഓരോ ദിവസവും പരിശുദ്ധനായ ദൈവം എന്നെ സഹായിക്കുന്നതോർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഒപ്പം തിരുവചന കേൾവിക്ക് വേണ്ടി കാതോർക്കാൻ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സ്നേഹാദരവോടെ എൻ്റെ വിനീതമായ വന്ദനങ്ങൾ അറിയിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവ് ഇന്നും നമ്മോട് സംസാരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഒരു വട്ടം കൂടെ വചനം കൊണ്ട് നമ്മളെ തൃപ്തരാക്കുന്ന മഹാദൈവത്തിന് നന്ദിയും സ്തുതിയും സ്തോത്രവും പുകഴ്ചയും ആരാധനയും എല്ലാം അർപ്പിച്ചുകൊണ്ട് ഇന്ന് നാം ഒന്നിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന സ്വർഗീയ ദൂതിന് ആധാരമായ വേദവാക്യം 65 സങ്കീർത്തനത്തിൻ്റെ 10 വാക്യമാണ്. 65 സങ്കീർത്തനം 10 വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ദൈവം അതിൻ്റെ ഉഴവുചാലുകളെ നനയ്ക്കുന്നു, ദൈവം അതിൻ്റെ കട്ട ഉടച്ചു നിരത്തുന്നു. മഴയാൽ ദൈവം അതിനെ കുതിർക്കുന്നു, അതിലെ മുളയെ ദൈവം അനുഗ്രഹിക്കുന്നു. 65 സങ്കീർത്തനത്തിൻ്റെ ഈ ഭാഗം ഭൂമിയെ മനുഷ്യർക്ക് വേണ്ടി ധാന്യം വിളയിക്കാൻ ദൈവം ഒരുക്കുന്നതിനെക്കുറിച്ചുള്ളൊരു പ്രതിപാദനമാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. വേദപുസ്തകത്തിനകത്ത് പഴുതടച്ച് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. മനുഷ്യന് അനുകൂലമായ നിലവാരത്തിൽ സർവശക്തനായ ദൈവം പുരാതന കാലം മുതൽ മനുഷ്യനൊക്കെ ഉണ്ടാകുന്നതിനേക്കാൾ മുമ്പും ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിലും ദൈവം സ്വർഗത്തിലിരുന്നു കൊണ്ട് ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ ഒട്ടനവധി കാര്യങ്ങളെ സവിസ്തര പ്രതിപാദനം നടത്തുന്ന ഒരു ഗ്രന്ഥമാണല്ലോ വിശുദ്ധ ബൈബിള്. അപ്പോൾ മനുഷ്യനെ ഭൂമിയിലേക്ക്, ഞാൻ എപ്പോഴും നിങ്ങളെ ഓർപ്പിക്കാറുള്ളത് പോലെ, എന്നെയും നിങ്ങളെയും ഭൂമിയിലേക്കൊരു ജന്മം തന്ന് പറഞ്ഞയച്ചിട്ട് കൈ ഒഴിഞ്ഞ ദൈവമല്ല നമ്മുടെ ദൈവം. 1000 പ്രാവശ്യം നാം അത് നമ്മോട് തന്നെ പറഞ്ഞ് ബോധിപ്പിക്കണം. എന്നെ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി വിട്ടിട്ട് കൈ ഒഴിഞ്ഞ ദൈവമല്ല. ഒരിടയനെ പോലെ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ആ കണ്ണെപ്പോഴും നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട്. എപ്പോഴും അവിടെ നിന്നുള്ള ആലോചനകൾ, ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിച്ചാൽ, ഉപദേശം കൈക്കൊള്ളാൻ മനസ്സുണ്ടെങ്കിൽ ഇവിടെ വിജയപ്രദമായ ജീവിതം നയിക്കാനുള്ള സകല ഉപദേശങ്ങളും ദൈവത്തോട് പറ്റിച്ചേർന്ന് നിന്നാൽ സ്വർഗം തരുമെന്ന് വേദപുസ്തകത്തിൽ ഒട്ടനവധി വാക്യങ്ങളുണ്ട്. പരിശുദ്ധാത്മാവിനെ ഇവിടേക്ക് അയക്കുമ്പോൾ നമ്മുടെ കർത്താവ് എന്താ പറഞ്ഞിട്ട് പോയെന്നറിയാമോ? നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും വിഷയത്തെക്കുറിച്ച് അഥവാ ആത്മീക കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്താൽ എന്തു മറുപടി പറയണമെന്ന് നിങ്ങൾ ആശങ്കപ്പെടണ്ട. എന്തു മറുപടി പറയണമെന്നുള്ളത് ആ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ വായിൽ തരും. അപ്പോൾ എത്ര ഉത്തരവാദിത്വത്തോടെയാണ് മറുപടി പറയേണ്ട കാര്യങ്ങൾ പോലും സെറ്റ് ചെയ്ത് അതരത്തിൽ തരാൻ അതിനു പോലും മനസ്സുള്ളൊരു ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ആരുമില്ലെന്ന് ഓർക്കരുത്. ഞാനിവിടെ തകരുമെന്ന് വിചാരിക്കരുത്. ഞാൻ ഈ വിഷയം ചിലരങ്ങ് മനസ്സിൽ കൊണ്ട് നടക്കുക, എന്തോ സംഭവിക്കാൻ പോവുക, എന്തോ വരാൻ പോവുക, എന്തോ. നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുക, നിങ്ങളുടെ സാഹചര്യങ്ങളെ അല്ല. എൻ്റെ കർത്താവിൻ്റെ കണ്ണ് എൻ്റെ മേലിരിക്കുന്നു, എൻ്റെ കുഞ്ഞുങ്ങളുടെ മേലിരിക്കുന്നു. എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ കൂടെ ഇരുന്ന് മറുപടി പറയേണ്ട വാക്ക് പോലും പറഞ്ഞു തരുന്നു. എൻ്റെ കർത്താവിൻ്റെ ദൂതന്മാർ എൻ്റെ ഇടത്തും വലത്തും നിന്ന് എന്നെ സൂക്ഷിക്കുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? കാല് പോലും കല്ലിൽ തട്ടിപ്പോകാതിരിക്കാൻ അവരോട് ദൈവം കൽപ്പിച്ചിരിക്കുന്നു. ഇത്ര വലിയ സുരക്ഷിതത്വം കിട്ടുന്ന ഭൂമിയിൽ വേറൊരു ജന്തു ഉണ്ടോ? മനുഷ്യനല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? അത്രയ്ക്ക് ദൈവത്തെ വിശ്വസിച്ചിറങ്ങിത്തിരിച്ചാൽ അവർക്ക് സംരക്ഷണം കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. ഇവിടെ ഇതാ, ഭൂമിയെ മനുഷ്യർക്ക് കൊടുത്തിട്ട് ആ ഭൂമിയെ മനുഷ്യനാണ് കിളയ്ക്കുന്നത്, വിതയ്ക്കുന്നത്, കൃഷി ഇറക്കുന്നത്, കൊയ്ത്ത് നടത്തുന്നത്, കളപ്പുരയിൽ വെച്ച് അതിനെ കളത്തിൽ വെച്ച് മെതിക്കുന്നത്, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നത്, ഇതൊക്കെ ചെയ്യുന്നത് മനുഷ്യനാണ്. പക്ഷെ മനുഷ്യനാണെങ്കിലും നിങ്ങൾ ഈ വാക്യം കണ്ടോ? ഈ വാക്യത്തിനകത്ത് ദൈവം തമ്പുരാന് ഒരു റോളും ഇല്ലെന്ന് വിചാരിക്കരുത്. സർവശക്തനായ ദൈവത്തിൻ്റെ റോൾ ഇവിടെ എഴുതിയിരിക്കുന്ന കണ്ടോ? ഇവിടെ നീ എന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. ദൈവത്തെയാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് ദൈവം ഇവിടെ ചെയ്യുന്നത്? ദൈവം അതിൻ്റെ ഉഴവുചാലുകളെ നനയ്ക്കുന്നു, ദൈവം അതിൻ്റെ കട്ടകൾ ഉടച്ചു നിരത്തുന്നു. ഏത്? ഭൂമിയുടെ. മഴയാൽ ദൈവം അതിനെ കുതിർക്കുന്നു, അതിലെ മുളയെ ദൈവം അനുഗ്രഹിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ ഭൂമി മനുഷ്യർക്ക് ഉപകാരപ്രദമാകണം. ഈ ഭൂമി മനുഷ്യർക്ക്
മനുഷ്യർക്ക് ഗുണമാകണം. ഈ ഭൂമി മനുഷ്യർക്ക് ധാന്യം വിളയിച്ചു കൊടുക്കണം. ഈ ഭൂമി മനുഷ്യൻ്റെ പക്ഷത്ത് നിൽക്കണം. അവന് ഗുണമായി, നന്മയായി, അനുഗ്രഹമായി തീരണം. അതിന് വേണ്ടിയിട്ടാണ് ദൈവം ഭൂമിയെ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നതെന്ന് എഴുതിയിരിക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, മനുഷ്യർക്ക് കൊടുത്തിട്ട് സ്തോത്രം അങ്ങ് ഇട്ടിട്ട് പോകുകയല്ല, ഇനി നീയായി നിൻ്റെ പാടായി എന്ന് പറഞ്ഞ് വിട്ടുപോകുകയല്ല. എന്നിട്ട് ഈ ഭൂമി മനുഷ്യർക്ക് അനുകൂലമാകേണ്ടതിന്, ഗുണം വരേണ്ടതിന് സർവശക്തനായ ദൈവം അതിനോട് ചെയ്യുന്നത് കണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ നമുക്കറിയാം എല്ലാത്തിനും സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കണം, വേണ്ടേ? ഞാൻ കണ്ടിട്ടുണ്ട് അമ്മമാർ കോഴിമുട്ട അടവയ്ക്കുന്നു. കോഴിയെ കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുക്കാൻ വേണ്ടി മുട്ട അടവച്ചാണല്ലോ. അപ്പോൾ ആ കോഴിക്ക് അടയിരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അത് ശീലമുള്ള അമ്മമാർ ഒരുക്കി കൊടുക്കും. അവിടേക്ക് പിള്ളേരെ ആരെയും വിടിയല്ല. ഒരൊഴിഞ്ഞ കോണിൽ പഴയ വീടിൻ്റെ ചാർത്തിലോ ചായ്പിലോ അങ്ങനെയൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞുകൊണ്ടിരുന്നേ, ആരും എത്തി നോക്കാത്ത, അധികം പേര് കയറി ഇറങ്ങാത്ത ആ സ്ഥലത്ത് കൊണ്ടുപോയി ഒരു ചാക്കൊക്കെ വിരിച്ച് മനോഹരമായ നിലവാരത്തിനകത്തൊരു ക്രമീകരണം ചെയ്ത് അങ്ങോട്ട് ആരും കയറി ചെല്ലാതിരിക്കാൻ വേണ്ടി ഒരു പലക കൊണ്ടൊക്കെ ഒരു മറയൊക്കെ ഉണ്ടാക്കി, കോഴിക്ക് മാത്രം കയറിപ്പോകാൻ പാകത്തിനൊരു വിടവൊക്കെ ഉണ്ടാക്കി, അങ്ങനൊരു സാഹചര്യം ഉണ്ടാക്കി കോഴിക്ക് അവിടെ തന്നെ തീറ്റ എത്തിച്ചു കൊടുക്കാനുള്ള ക്രമീകരണം ഇതൊക്കെ ചെയ്തു കൊടുത്ത പാവം കോഴിയെ അമ്മ സാഹചര്യങ്ങളെല്ലാം, കോഴിയാണത് ചെയ്യേണ്ടത്, പക്ഷേ വീട്ടിലെ ഞങ്ങളുടെ അമ്മ അതിൻ്റെ എല്ലാ സാഹചര്യം ഒരുക്കി കൊടുക്കും. അതൊരു നീതിയാണ്, അതൊരു മാന്യതയാണ്, അല്ലേ? സാഹചര്യം ഒരുക്കി കൊടുക്കും. പ്രസവത്തോടടുക്കുന്ന ഒരു മകൾക്ക് വേണ്ടി അല്ലെങ്കിൽ വീട്ടിലെ ഒരാൾക്ക് വേണ്ടി ആ വീട്ടിലുള്ളവർ എന്ത് ചെയ്യും? ആ കൊച്ചിനെ കൊണ്ട് അധികം കാര്യങ്ങളൊന്നും ചെയ്യിപ്പിക്കാതെ ആ സമയമാകുമ്പോഴേക്കും അതിന് വേണ്ട ആഹാരം, കാര്യങ്ങൾ എന്ന് വേണ്ട, ഞാനത് പറയേണ്ട കാര്യമില്ലല്ലോ, അതിന് വേണ്ട ക്രമീകരണങ്ങളെല്ലാം ഒരുക്കി കൊടുത്ത് സാഹചര്യങ്ങൾ അവിടെ ഉണ്ടാക്കി കൊടുക്കുന്നൊരു രീതി മനുഷ്യനുണ്ട്. കൃഷി ചെയ്താൽ മനുഷ്യൻ അങ്ങനെയല്ലേ ചെയ്യുന്നത്? ചുമ്മാ വാഴയോട് കുലയ്ക്കാൻ പറഞ്ഞാൽ കുലയ്ക്കില്ല. അതിന് വേണ്ട സാഹചര്യങ്ങളെല്ലാം, വളത്തിന് വളം, വെള്ളത്തിന് വെള്ളം, അതിൻ്റെ ചുറ്റുവട്ടത്ത് അതിനെ വളരാനും കുലയ്ക്കാനും തടസ്സം നിൽക്കുന്നതെല്ലാം വെട്ടി മാറ്റി ഒരു കൃഷിക്കാരൻ ചെയ്തു കൊടുക്കില്ലേ? അതുപോലെ ദൈവം ഭൂമിക്ക് വേണ്ടി ചെയ്യുന്നു. നിങ്ങൾക്കിനി വിശ്വസിക്കാമോ? മനുഷ്യൻ പാർക്കുന്ന ഭൂമിയിൽ ധാന്യം വിളയിപ്പിക്കാൻ വേണ്ടി അത്രയും കാര്യങ്ങൾ ചെയ്യുന്ന ദൈവമാണെങ്കിൽ, ഞാനിതിനകത്തൊരൊറ്റ വാക്കെടുക്കട്ടെ. അവിടെ എഴുതിയിരിക്കുന്നൊരു വാക്കിങ്ങനെയാണ്, ആ വാക്യത്തിലെ അവസാന ഭാഗം, അതിലെ മുളയെ ദൈവം അനുഗ്രഹിക്കുന്നു. പതുക്കെ മുളച്ചു വരിക, ചെറിയ വിത്ത് ഭൂമിയുടെ മേൽപ്പാട പൊട്ടി പുറത്തേക്ക് നാമ്പെടുത്ത്, അതാണല്ലോ മുളയെന്ന് പറയുന്നത്. അതിനെ ദൈവം അങ്ങ് അനുഗ്രഹിക്കും. ഞാൻ ഈ ഭൂമിയുടെ സ്ഥാനത്ത് എന്നെ നിങ്ങളെ കാണട്ടെ ചില നേരത്തേക്ക്. ഭൂമിയുടെ സ്ഥാനത്ത് നമ്മളെ കാണുക. നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ, നമ്മൾ ഉയർത്തപ്പെടാൻ, നമ്മൾ മാനിക്കപ്പെടാൻ, നമ്മൾ വളർത്തപ്പെടാൻ, നമ്മൾ ജയാളികളാകാൻ എൻ്റെ കർത്താവ് എന്തോരു അനുകൂല സാഹചര്യങ്ങൾ ഒരുക്കി തരുന്നുണ്ട് എന്നൊന്ന് വിശ്വസിക്കാമോ? ലോകത്തിലെ മുഴുവൻ ആളുകൾ പ്രതികൂലമായിരിക്കാം, എതിരായിരിക്കാം. നിൻ്റെ കൂമ്പടച്ചു പോകാൻ, നിൻ്റെ മുളയിലെ നുള്ളിക്കളയാൻ ഒത്തിരി പേര് നഖം വെട്ടാതെ, നുള്ളിക്കളയാനേ ഇങ്ങനെ നഖം വളർത്തിക്കൊണ്ട് നടക്കുന്നുണ്ടായിരിക്കും മുള നുള്ളാൻ വേണ്ടി. പക്ഷേ എൻ്റെ കർത്താവിൻ്റെ പണി എന്നാണെന്നറിയാമോ? നിൻ്റെ ജീവിതത്തിനകത്ത് പൊങ്ങി വരുന്ന അനുഗ്രഹത്തിൻ്റെ മുളകൾ, നിൻ്റെ ഉയർച്ച, നിൻ്റെ കടഭാരം മാറാൻ, നീ സമാധാനത്തോടെ ജീവിക്കാൻ, നീ അനുഗ്രഹിക്കപ്പെട്ട് മറ്റുള്ളവർക്ക് അനുഗ്രഹമാകാൻ, ഈ ഭൂമിയെ വിളയിക്കുന്നത് ഭൂമിക്ക് വേണ്ടിയിട്ടല്ലല്ലോ, മനുഷ്യർക്ക് വേണ്ടിയിട്ടല്ല. അതുപോലെ മറ്റു പലർക്കും, നിങ്ങളിൽ ചിലർ, നിങ്ങളുടെ മക്കൾ അനുഗ്രഹമാകാൻ അവരുടെ അകത്തിട്ടിരിക്കുന്ന സ്വർഗീയ വിത്ത്, താലന്തോ കൃപയോ കഴിവോ ബുദ്ധിയോ ജ്ഞാനമോ എന്തുമാകാം, അതിനെ മുളയിലെ നുള്ളിക്കളയാൻ പിശാച് കൂട്ടുകാരെയും വീട്ടുകാരെയും ശത്രുക്കളെയൊക്കെ ഇങ്ങനെ നഖം വളർത്തി നുള്ളാൻ വേണ്ടി കയറ്റിവിട്ടിരിക്കുമ്പോൾ, മുളയെ നശിപ്പിക്കാൻ കയറ്റിവിട്ടിരിക്കുമ്പോൾ, എൻ്റെ കർത്താവ് നമ്മളിലിട്ടിരിക്കുന്ന വിത്ത് മുളച്ചു വരുമ്പോൾ ആ മുളയെ സ്വർഗം അനുഗ്രഹിക്കും. ഞാൻ എന്നെ തന്നെ കാണുക. ഞാൻ ഇനി പാഴായിപ്പോയി, ഇനി അറവുശാലയിലേക്ക് കൊണ്ടുപോകുന്ന മൃഗത്തെ പോലെ ആയി എന്നൊന്നും നിങ്ങളാരും വിചാരിക്കരുത്. നിങ്ങൾക്ക് 90 വയസ്സായാലും അബ്രഹാമിനെ സാറെ ഓർക്കണം. 90-ാം വയസ്സിലും നിന്നിൽ വിത്തിട്ട് മുളപ്പിക്കാൻ കഴിയുന്നവനാണ് ദൈവം. ഇന്ന് തന്നെ കേൾക്കുന്നത് ഏത് പ്രായക്കാരിയാണെങ്കിലും, ഏത് അപ്പച്ചനാണെങ്കിലും അമ്മച്ചിയാണെങ്കിലും, റിട്ടയർഡ് ലൈഫിൽ ഒത്തിരി നാൾ ശുശ്രൂഷയൊക്കെ ചെയ്ത് വീട്ടിലിപ്പോൾ ഒതുങ്ങി ബൈബിളും വായിച്ചിരിക്കുന്ന ഒരു കർത്തൃദാസനാണെങ്കിലും, ഇനിയും മുളയ്ക്കാനുള്ള വിത്തുകൾ അപ്പച്ചൻ്റെ മേലുണ്ടെന്ന്. വീട്ടിൽ വരുന്നവനെ, ആ കൊച്ചുമക്കളെ ഒന്ന് അനുഗ്രഹിച്ചാൽ അത് ഫലിക്കുമെന്ന്. ഒരുവരെ ഫോണിൽ കൂടെ എവിടെ ഇരുന്നുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചാൽ
ആര് ഫോൺ ചെയ്താലും കർത്തൃദാസന്മാരെ, ഞാൻ നിങ്ങളെ എൻ്റെ പിതാവിൻ്റെ പ്രായമുള്ളവർ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം. ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ആര് വിളിച്ചാലും ഒരു വാക്ക്, ഈ ലോകം മുഴുവൻ നെരിപ്പോട് കണക്കെ തീച്ചുള പോലെ ഉമിത്തി പോലെ നീറുക. അപ്പോൾ ആര് വിളിച്ചാലും ഒരു സ്നേഹത്തോടെ സംസാരിച്ച് വിഷയമൊക്കെ, മക്കൾ വിളിച്ചാലും ദൈവസന്നിധി പറയണം. കുഞ്ഞുങ്ങൾ വിളിച്ചു സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും ഫോൺ വെക്കുന്നതിനൊക്കെ എന്നാൽ പപ്പ വെക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ, മോനെ ഒരു മിനിറ്റ് ഞാൻ ഒന്ന് പ്രാർത്ഥിക്കാടാ. അമ്മച്ചിയാണെങ്കിലും ചെയ്തു നോക്ക്. അതവൻ്റെ മുളയെ അനുഗ്രഹിക്കും, സാഹചര്യങ്ങൾ അനുകൂലമാക്കും. ഞാനിങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. സ്വർഗസ്ഥനായ ദൈവം നീ അനുഗ്രഹമാകാൻ ഒരുപാട് അനുകൂല സാഹചര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് കണ്ടോ, ഒന്നോടെ പറഞ്ഞിട്ട് നിർത്താം. അവിടെ എഴുതിയിരിക്കുന്നു, ഒഴിവുചാലുകളെ നനയ്ക്കും, കട്ടകൾ, നിൻ്റെ നന്മകൾ നിന്നിൽ മുളയ്ക്കാതിരിക്കാൻ ജഡീകമായിരിക്കുന്ന കട്ടകളുണ്ടെങ്കിൽ അതൊക്കെ തമ്പുരാൻ ഉടച്ചു കളയും. അതിന് മഴച്ചാറൽ കൊണ്ട് കുതിർക്കും, മുളയെ അനുഗ്രഹിക്കും. അങ്ങനെ ഈ ഭൂമി പാഴാകാതിരിപ്പാൻ, നമുക്ക് അനുഗ്രഹമാകാൻ അത്രയും കാര്യം ചെയ്യുന്നെങ്കിൽ നമ്മളെ എത്രയധികം നമ്മെ ദൈവം അനുഗ്രഹിക്കാതിരിക്കുകയോ? നമ്മെ ദൈവം വരണ്ട നിലം പോലെ ഇടുവോ? മഴച്ചാറുകൾ കൊണ്ട്, അനുഗ്രഹ മഴ കൊണ്ട് കുതിർക്കത്തില്ലേ? നമ്മുടെ നന്മ മുടക്കുന്ന ചില ജഡപ്രവർത്തികളും പാവച്ചിന്ന് ഉടച്ചു കളയില്ലേ ദൈവം? നമ്മുടെ ഒഴിവുചാലുകൾ നനയ്ക്കത്തില്ലേ? നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. ഈ വാക്യം വെച്ചൊന്ന് പ്രാർത്ഥിക്കുന്ന നാഥ, ഭൂമിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നെങ്കിലും ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും, മക്കളുണ്ടെങ്കിൽ ഇപ്പോൾ രാവിലെ അവർ കേൾക്കുമ്പോൾ സ്കൂളിൽ പോയോ അല്ലെങ്കിൽ ജോലിക്ക് വൈകുന്നേരം വരുമെങ്കിൽ, ഇല്ലെങ്കിൽ രാത്രി നിങ്ങളവരെ ഫോൺ ചെയ്യുമെങ്കിൽ ഈ വാക്യം വെച്ച് അവരെ ഒന്ന് അനുഗ്രഹിച്ച്, കർത്താവേ ഇവനെ ഒന്ന് അനുഗ്രഹിക്കണം, ഇവൻ്റെ കട്ടകളൊക്കെ ദൈവം ഉടച്ചു കളയണം, ഇവളെ ഒഴിവുചാലുകളെ നനയ്ക്കണം, ഇവളിലുള്ള മുളകളെല്ലാം ദൈവമേ ഞാൻ അനുഗ്രഹിക്കുന്നു, ഞാൻ അനുഗ്രഹിക്കുന്നവനെ എൻ്റെ സ്വർഗത്തിലെ അപ്പനെ അനുഗ്രഹിച്ചേക്കണേ എന്നൊക്കെ ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് നോക്കിയേ, സംഭവം മാറും. ഞാൻ നിർത്തട്ടെ. ദൈവം നമുക്ക് അനുകൂലമാണ്, നമ്മെ ഇവിടെ പടർന്ന് പന്തലിക്കാൻ അനുവദിക്കുന്നവനാണ്. അതിനായി നമുക്കൊരുങ്ങാം. ഈ വാക്യം മറക്കരുത്, നമ്മുടേതായിട്ട് ചേർത്ത് വയ്ക്കാം, നമുക്ക് അനുഗ്രഹിക്കപ്പെടാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല സന്ദേശത്തിനായി സ്തോത്രം. ഭൂമിയെ ഇത്രയും കരുതി ഒരുക്കി ദൈവമേ വിളയാനും ഫലം കായ്ക്കാനും തക്കവണ്ണം ഒരുക്കുന്ന ദൈവം ഉണ്ടെങ്കിൽ, ഈ ഭൂമിയിൽ പാർക്കുന്ന അങ്ങയുടെ സദൃശ്യത്തിൽ സൃഷ്ടിച്ച ഞങ്ങളെ എത്രയധികം, ഞങ്ങളിലേതെങ്കിലും കട്ടകൾ ഞങ്ങളുടെ തിന്മയ്ക്കായിട്ടുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ ഉടച്ചു തരണം കർത്താവേ. ഞങ്ങളെ നനയ്ക്കണം, ഞങ്ങളുടെ അകത്തുള്ള മുളകളൊക്കെ പടർന്ന് പന്തലിക്കാൻ അതിനെ അനുഗ്രഹിച്ചേക്കണം, ഉഴവുചാലുകളെ നനയ്ക്കണം. ഞങ്ങളത് വിശ്വസിക്കുന്നു. എല്ലാവരെയും ഞാൻ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ.